കേംബ്രിഡ്ജിൽ ചെന്ന സമയത്ത് ആദ്യത്തെ കിട്ടിയ ജോലികളിലൊന്ന് ഈ കെയർ അസിസ്റ്റന്റ് പോലെയുള്ള ക്ലീനിങ് പോലുള്ള ജോലികളൊക്കെ ആയിരിക്കുമല്ലോ. എപ്പോഴെങ്കിലും അതേ നഗരത്തിന്റെ പ്രഥമ പൗരനാകുമെന്ന് ആലോചിച്ചിട്ടുണ്ട്? 1207 കേംബ്രിഡ്ജ് ഉണ്ടാകുന്നത്. അതിനുശേഷം എ സിംഗിൾ നോൺ വൈറ്റ് has ever become the mayor of the city. നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അവിടെ വിജയം കണ്ടെത്തിയ ആളുകളെ പൊതുവെ നമ്മൾ അളക്കുന്നത് അവരെത്രമാത്രം സാമ്പത്തിക വിജയം നേടി എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ബാബു, ഈ കേരളം വിട്ടു പോയിരിക്കുന്ന മലയാളികളിൽ ഏറ്റവും സാമ്പത്തികം കുറഞ്ഞ ആൾ ഞാനായിരുന്നു. ഞാൻ അതിലല്ലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തത്. എനിക്ക് എൻ്റെതായ ഒരു പാഷനുണ്ട്. പാഷൻ പൊളിറ്റിക്സ് ആയിരുന്നു. താങ്കൾ SFIയുടെ കേംബ്രിഡ്ജ് യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നെന്നും അവിടെ നിന്ന് അത് രാജിവെച്ച് ഒഫീഷ്യൽ ലെറ്ററൊക്കെ അയച്ച് ലേബർ പാർട്ടിയിൽ ചേരുകയായിരുന്നു എന്നൊക്കെ ഒരു കഥ പോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്ന് 2008 മുതൽ 2007 മുതൽ ലേബർ പാർട്ടിയാണ്. അവിടെ ഈ ഫ്രാക്ഷന്റെ ഭാഗമാകാൻ CPM-ന്റെ ഒരു ഫ്രാക്ഷനാണ്. നമ്മൾ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഇതിലൊന്നും ഒരു സോഷ്യലിസം കാണുന്നില്ല. And I said to Yechuri at one point, I don't belong to this. സ്വന്തം നാട്ടിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പ്ലാൻ ഉണ്ടോ? നാളെ ഞാൻ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയാലും പ്രവാസത്തിൻ്റെ ഒരു ട്രോമ ഇത് ഭയാനകമാണ്. ഞാൻ ഏതാണ്ട് ബ്രിട്ടനിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബി ഗോയിങ് ബാക്ക് ടു ഇന്ത്യ. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. കേംബ്രിഡ്ജിൽ ഒരു ഉന്നതമായിട്ടുള്ള പദവിയിൽ എത്തിയിരിക്കുന്ന ഒരാളായിരിക്കുമ്പോഴും ആർപ്പൂക്കര ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ ഭൂതകാലം അതൊരു പൂർവജന്മമായിട്ടാണോ തോന്നുന്നത്, അതോ പിൽക്കാലത്ത് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളുടെ ഒരു അടിസ്ഥാനമായിരുന്നു അത്? എന്നെ സംബന്ധിച്ചിടത്തോളം ആർപ്പൂക്കര എന്ന് പറയുന്നത് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാളുപരി എൻ്റെ ജീവിതത്തിലെ എൻ്റെ കോർണർ സ്റ്റോൺ അല്ലെ ഫൗണ്ടേഷൻ സ്റ്റോണാണ്. വാട്ട് ഐ ഹാവ് ലേൺഡ് ഇൻ ആർപ്പൂക്കര, even when I speak at Cambridge Chamber or even in a public speech, എൻ്റെ പ്രസംഗം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ എവിടെ കണ്ടുകൊണ്ട് കേരളത്തിൽ പാടും, അല്ലെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ നേരെയൊക്കെ ഞാൻ പണ്ടത്തിൽ പൊയ്ക്കൊണ്ടിരുന്നതും പണിയെടുത്തുകൊണ്ടിരുന്നതും അതാണ് എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. അവിടെ നിന്നും തുടങ്ങിയാലേ എൻ്റെ സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ടുള്ള എൻ്റെ യുദ്ധം എവിടെ നിന്നും ഞാൻ തുടങ്ങി എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ എൻ്റെ സബ്മിഷൻ എനിക്ക് ഇടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആർപ്പൂക്കര എന്നുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പാവപ്പെട്ട കാർഷിക കുടുംബം, അവിടെ ഉണ്ടായ പട്ടണികൾ. എനിക്ക് വക്കീലാണെന്നുള്ളത് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഉണ്ടായിരുന്ന ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹങ്ങളൊക്കെ നമ്മളിങ്ങനെ കൊണ്ടു നടക്കുമ്പോഴും പിന്നെ നമ്മളെ കൊണ്ട് ഇത് പറ്റില്ല, മൈ ഫാമിലി കനോട്ട് അഫോർഡ്, അത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വേദനകൾ, അല്ലെങ്കിൽ രാഷ്ട്രീയം എൻ്റെ സിരകളിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവിടെ എനിക്ക് 16 വയസ്സോ നമ്മുടെ ഈ കുത്തുപറമ്പ് സംഭവം ഉണ്ടാകുന്ന ദിവസം ഒരു CPM കോളനിയിൽ ഇട്ട് എന്നെ അഗ്രസീവ് ബ്രൂട്ടലായി അറ്റാക്ക് മർദ്ദിക്കുന്നുണ്ട്. അതിന് ഇപ്പോഴും അതിൻ്റെ റിസൻമെൻ്റ് എനിക്കുണ്ട്. റിസൻമെൻ്റ് അല്ല, ഇപ്പോഴും അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അവിടുന്ന് ഞാൻ പഠിച്ചത് അല്ലെ അവിടമായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതൊരിക്കലും പൂർവ്വജന്മമായി കാണാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്ന ആളല്ല. അതായത് പൂർവ്വജന്മം ഉണ്ടോ ഇല്ല എന്നുള്ള ഈസ് എ ഡിഫറെൻറ്റ് മാറ്റർ ഓൾ ടുഗദർ. ബട്ട് ആർപ്പൂക്കരയായിരുന്നു എൻ്റെ ഫൗണ്ടേഷൻ. നമ്മൾ മലയാളികൾ പൊതുവെ ജന്മനാടിനെ കുറിച്ച് വളരെ അഭിമാനത്തോടെ സംസാരിക്കുന്നവരാണ്. താങ്കൾ പ്രത്യേകിച്ചും ജന്മനാടിനെ കുറിച്ച് അഭിമാനമുള്ള ആളാണ്. മലയാളികൾക്ക് പൊതുവെ നാട് വിട്ടു പോയാലേ നന്നാവൂ എന്നുള്ളൊരു ഇതുണ്ട്. നന്നാവണമെങ്കിൽ നാട് വിടണം എന്നുള്ളൊരു സംഗതി നമ്മുടെ ജനതത്തിലുള്ളതാണോ എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയല്ല ബാബു, അത് ഈ നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിന് കാരണം റിസോഴ്സസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂള് സർക്കാർ സ്കൂളാണ്. അന്ന് ഞാൻ പഠിച്ചത് എന്നെക്കാളും കഴിവുണ്ട് എന്നെനിക്കിപ്പോഴും വിശ്വാസമുള്ള ബോധ്യമുള്ള ആളുകൾ, ഒരു പക്ഷേ എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ അവർ ചരിത്രങ്ങൾ സൃഷ്ടിച്ചേനെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അതിനൊരു പ്രധാന കാരണം നമ്മളുടെ സൊസൈറ്റിയിൽ, നോട്ട് ഓൺലി ഇൻ കേരള, ഹോൾ ഇന്ത്യയിൽ മെറിറ്റോക്രസി ഇസ് നെവർ ബീൻ accepted or recognized the way they accept and admit and promote in Western countries. അതൊരു പ്രധാന കാരണമാണ്.
കേരളം വിട്ടാൽ മാത്രമേ അല്ലെങ്കിൽ ഇന്ത്യ വിട്ടാൽ മാത്രമേ രക്ഷപ്പെടൂ എന്നുള്ളതല്ല. ബട്ട് വെൻ യു ഗോ ഔട്ട്സൈഡ്, നമ്പർ വൺ, യു ഹാവ് റിസോഴ്സസ്. നമ്പർ ടു, the people, of course there are exceptions, they recognize your merit and they promote you to achieve you want to achieve. അത് നമ്മുടെ സൊസൈറ്റിയിൽ ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ, if you don't have a godfather or if you belong to some kind of the upper elite groups in the society, you can never achieve. ആർപ്പുറൊക്കെ എന്നെ കഴിഞ്ഞൊക്കെ മിടുക്കര രാഷ്ട്രീയക്കാരുണ്ട്, അവരൊന്നും പ്രൈം പ്രോയിലേക്ക് വരുന്നില്ല. either they don't get an opportunity or they will be pushing, they will be pushed down. അത് വിദേശത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ മംദാനിയുടെ ഡിക്ലറേഷൻ, ദ ഫസ്റ്റ് ഇമിഗ്രന്റ് മുസ്ലിം മേയർ എന്നുള്ളതാണ്. ഏതാണ്ട് സിമിലർ നേച്ചർ തന്നെയാണ്. ഞാനെന്ന മംദാനിക്ക് ഒരു ഇമെയിൽ ഇട്ടു, കൺഗ്രാജുലേഷൻ ഫ്രം ദ ഫസ്റ്റ് നോൺ വൈറ്റ് immigrant mayor of Cambridge City to the first mayor of immigrant mayor of New York City. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോൾ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ നാട്ടിലെ ടേക്കനായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഋഷി സുനാക്കാണ് പ്രൈം മിനിസ്റ്റർ. ഒക്കെ തേർഡ് ജനറേഷൻ ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ജനറേഷനാണ്. അപ്പം ഇഫ് യു ഹാവ് ദ പാഷൻ ആൻഡ് ഡെഡിക്കേഷൻ ആൻഡ് യു ആർ കമ്മിറ്റഡ്, ദ സൊസൈറ്റി വിൽ ബി വിത്ത് യു. ഇവിടെ അതില്ല. ഇതെല്ലാം ഒന്നായിട്ടും കാര്യമില്ല. യു ഹാവ് ടു ബിലോങ് ടു സർട്ടൻ ക്ലാസ്, അല്ലെങ്കിൽ യു ഹാവ് ടു ബിലോങ് ടു സർട്ടൻ ഫാമിലി, കം വിത്ത് എ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ ഈ സ്ട്രഗിൾസ് നോക്കുകയാണെങ്കിൽ 18-ാം വയസ്സിൽ തന്നെ വണ്ടി കയറി ദില്ലിയിലെത്തി. അവിടെ ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട്, ചുമടുവരെ എടുത്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഈ നഷ്ടപ്പെടാനൊന്നുമില്ല, കഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയും വിജയിക്കാം എന്നുള്ളൊരു ത്വര പണ്ട് പോലൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഡ്രൈവാണോ ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലാത്തത്? ആ ഡ്രൈവ് അതിൽ കുറേയൊക്കെ ഉണ്ടല്ലോ, ജീവിത എക്സ്പീരിയൻസും. അന്നത്തെ സൊസൈറ്റി, ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്തുള്ള സൊസൈറ്റി അല്ല ഇപ്പോഴത്തെ സൊസൈറ്റി. സൊസൈറ്റി ഹാസ് ഇവോൾവ്ഡ്. ബട്ട് വെൻ സൊസൈറ്റി ഹാസ് എവോൾവ്ഡ്, ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ ദ യൂത്ത് ഈസ് കൺസീവിങ് ഇറ്റ്. ഒരു ക്ലാസിക് എക്സാമ്പിൾ ഞാൻ പറയാം. 10 വർഷം മുമ്പ് 10 വയസ്സ് പ്രായമുണ്ടായിരുന്ന പിള്ളേരിൽ എത്ര പിള്ളേർ കേരളത്തിലുണ്ട്? Once the society or the youth of a nation, our country or our state, they lose the trust and confidence in the system, they have no other way other than just getting out of the country. അപ്പം ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം how can I make my living? അതാണ് പ്രൈമറി. ഞാൻ പോയതും ഞാനും ഈ 18-19 കഴിയുമ്പോഴാണ് അവിടെ നിന്ന് പോകുന്നത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഈ സൈക്കിളിൻ്റെ പുറകിൽ കുറ്റി വെച്ചിട്ട് പാല് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പണി ചെയ്യുന്ന ആളാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഞാൻ ഇവിടെ ഒരു കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ നിലവാദക്ക് ഒരു ചായക്കടയുണ്ട്. അപ്പോൾ അവിടെ BDC കഴിഞ്ഞു ഇച്ചിരി നേരെ പോയി ചെല്ലുന്നത്, ഞാൻ അവിടെ അന്ന് എൻ്റെ കൂട്ടുകാരൻ മരിച്ചുപോയി, ബോസാണ് ചായക്കട ചായ ഇടിക്കുന്നത്. അപ്പോൾ അവരുടെ എന്തോ ബിസിനസ്സൊക്കെ തുടങ്ങി അവരങ്ങോട്ട് മാറി. അപ്പോൾ അവരെന്നോട് പറഞ്ഞാൽ ഇങ്ങനെ അവിടെ ഒരു ചായക്കടയിൽ ചായ ഇടിയത് ഒരു ദിവസം 10 രൂപ കിട്ടും. അവിടെയാണ് നമ്മൾ ആദ്യമായി ഒരു പെയ്ഡ് ഗ്യാരണ്ടീഡ് ഇൻകത്തിന് വേണ്ടി പോകുന്ന സ്ഥലം. അപ്പോൾ ചായക്കട ചായ ഇടിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഡൽഹിയിലുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ ഞാനിങ്ങനെ, കാരണം ഞാൻ വളരെ വളരെ ഇന്തൂസിയാസം ഉള്ള ആളാണ്. എന്നെ ചെറുപ്പത്തിലും അങ്ങനെയായിരുന്നു. ഞാൻ പോയവനല്ല ഇപ്പോൾ യൂത്ത് പോകുന്നത്. യൂത്തിൽ ഓണം പറയുന്നതൊക്കെ വെച്ച് വലിയൊരു ലയബിലിറ്റി ആയിട്ടാണ് പോകുന്നത്. ഡൽഹിയിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ എനിക്കറിയാം, അന്ന് ഒരു 150 രൂപയുടെ ഒരു ബാഗും എനിക്കൊന്ന് 10,000-3,000 രൂപ വീട്ടിൽ നിന്ന പൈസ, അതിനായിട്ട് ചിറ്റപ്പൻ ഒരു പാക്കറ്റ്, ഞാനിപ്പോഴും നോക്കുന്നില്ല, ഒരു പാക്കറ്റ് പഴമൊക്കെ. അത് മാത്രമാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. മറിച്ച് ഇപ്പോഴത്തെ പിള്ളേർ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെയുള്ള 10 പീസ് ഓഫ് ലാൻഡ് ഈസ് ദ ഓൾ പ്രോപ്പർട്ടി, ദ ഓൾ അസറ്റ്. അതുകൊണ്ട് ബാങ്ക് പണയം വെച്ചിട്ടാണ് പോകുന്നത്. വലിയ ലയബിലിറ്റിയാണ് പോകുന്നത്. ദ ക്വസ്റ്റ്യൻ ഈസ് അറ്റ് ദിസ് ഏജ് വെദർ ദേ ഹാവ് ദ മെച്യൂരിറ്റി ആൻഡ് കേപ്പബിലിറ്റി ടു ടേക്ക് സച്ച് എ റിസ്ക്. അപ്പോൾ അവർ മറ്റൊരു കാര്യം ചിന്തിക്കാൻ നമുക്ക് സമയമില്ല. ദേ ഹാവ് ടു പേ ദ ബിൽ ഓഫ്. ഞാൻ പോയ സിറ്റുവേഷൻ അല്ല. മറുനാട്ടിൽ പോയിട്ട് വിജയം നേടിയ മലയാളികളെ കുറിച്ച് പറയുമ്പോൾ പൊതുവേ ഇവിടെ കാണുന്നൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഭാര്യമാരുടെ കൂടെ അല്ലെങ്കിൽ ഭാര്യമാരെ കൊണ്ടുപോയവരെ പരിഹസിക്കുന്നൊരു മനോഭാവം മലയാളികൾക്ക് വല്ലാതെ ഉണ്ട്. UK പോയ ശേഷം ഉണ്ടായ ജീവിതത്തിൽ അവിടെ ഉണ്ടായ വിജയങ്ങളിൽ ഒക്കെ ഒരു സൈലന്റ് സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിരിക്കുന്നു ആക്ച്വലി നമ്മുടെ സ്പൗസ്. അപ്പം ആ കാലത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങളും ഒക്കെ എന്തായിരുന്നു? സ്പൗസ് വിസയിൽ പോകുന്നതാണ്
അതിന് ഞങ്ങൾ മറ്റേ അവർ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് സാരി വിസ എന്നാണ് പറയുന്നത്, അല്ലെ പാവാട വിസ എന്നൊക്കെ പറയും. എൻ്റെ ഒരു ചോദ്യം, വാട്ട് ഈസ് റോങ് വിത്ത് ഇറ്റ്? യു ആൻഡ് യുവർ സ്പൗസ് ഹവ് ഡിസൈഡഡ് ടു ഗോ. സി, നമ്മൾ വെൻ യു എൻ്റർ ഇൻ എ മാരിറ്റൽ റിലേഷൻഷിപ്പ്, നമ്മൾ ഒന്നിച്ചൊരു ജീവിതം തുടങ്ങുകയാണ്. അതിൽ ഷീ വിൽ പ്ലേ ഹെർ പാർട്ട്, ഐ വിൽ പ്ലേ മൈ പാർട്ട്. ഇപ്പം അന്ന് വൈഫ് ഡൽഹിയിൽ വർക്ക് ചെയ്യണം, വിവരം ലവ്, ഡൽഹിയിൽ ചെന്ന് അങ്ങനെ പ്രേമത്തിലായി, അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിക്കണം. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചെടുക്കുന്ന തീരുമാനം ലെറ്റ് us ഗോ. കാരണം ഞങ്ങളുടെ ലയബിലിറ്റി അത്രയ്ക്കാണ്. സി, ഞാൻ പോകുന്ന ബാക്ക്ഗ്രൗണ്ട് ഇപ്പം ബാബു പറഞ്ഞല്ലോ, കാർഷിക കുടുംബം, പപ്പാ കൂലിപ്പണിക്കാരൻ, ഞാൻ പിടിച്ച് കഴിഞ്ഞ് പടുത്ത് നിർത്തുന്നു, വേറെ മാർഗ്ഗമില്ല, കൂലിപ്പണിക്ക് പോകുന്നു, അനിയൻ പെങ്ങൾ. അപ്പം നമ്മൾ ഈ റെസ്പോൺസിബിലിറ്റീസിനെ ഷോൾഡർ. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പറയും ദി എൽഡസ്റ്റ് സൺ ഓഫ് എ ഫാമിലി ബേഴ്സ് ദ ഈക്വൽ റെസ്പോൺസിബിലിറ്റി ടു ഹിസ് സിബ്ലിങ്സ് ആസ് ടു ഹിസ് ഫാദർ. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. അപ്പം ഞങ്ങൾ ഒന്നിച്ചെടുത്തൊരു തീരുമാനമാണ്, ഞങ്ങളവിടെ പോകുന്നു. പിന്നെ സൈലന്റ് ഇൻ മൈ ലൈഫിലെ സക്സസ്സിൽ ഈവൻ നൗ ഷീസ് നോട്ട് എ സൈലന്റ് പാർട്ട്ണർ. ഷീ പ്ലേഡ് എൻ ആക്റ്റീവ് റോൾ ഇൻ ഇറ്റ്. ഇപ്പം പോലും ബ്രിട്ടനിൽ രാവിലെ നേരം എടുത്തിട്ടില്ല. വൈഫ് എനിക്ക് ഇവിടുത്തെ സമയത്ത് 6 മണിക്ക് മെസ്സേജ് ഇട്ട് ഇന്നത്തെ ബാബുവായിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ട്, ടൈം മിസ് ആകരുത്. അവൾ അതുപോലെ അലാം വെച്ചിട്ട് എടുത്തെനിക്ക് മെസ്സേജ് ഇട്ടാണ്. അതുപോലെ ഇപ്പം നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും എൻ്റെ ട്രെയിൻ ടിക്കറ്റ് 12-15 ട്രെയിനല്ല, ട്രെയിൻ ടിക്കറ്റ്, അതായത് കൃത്യമായി അവിടെ ചെന്നോളം വണ്ടി വിളിച്ചോളം നമ്മൾ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ഞാനൊരു ഈ LLB LLM പിന്നെ എൻ്റെ ലീഗൽ സ്റ്റഡീസ് കൊണ്ട് അവിടെയാണല്ലോ. എനിക്ക് എൻ്റെ എക്സാമിൻ്റെ ഡേ ബിഫോർ, ദ നൈറ്റ് ബിഫോർ, ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോറുണ്ട്. പക്ഷേ ഷീ വുഡൻറ്റ്. 5 മണിക്ക് അവളെ ഏറ്റിട്ട്, നമ്മുടെ നാട്ടിൽ അമ്മമാർ നമ്മളെ പരീക്ഷയ്ക്ക് വിടില്ലേ എന്ന് പറഞ്ഞ പോലെ പേന, പേപ്പർ, എൻ്റെ ഐ കാർഡ് എല്ലാം എടുത്ത് റെഡിയാക്കി, റെഡി ടു ഈവൻ ഞാൻ ഇപ്പോൾ പോലും ഞാൻ ഹോട്ടലൊക്കെ പോകുമ്പോഴത്തേക്കും, ഈവൻ എൻ്റെ സ്പീച്ചിന് പോകുമ്പോൾ, പല പൊളിറ്റിക്കലാണ് പോലും എൻ്റെ സ്പീച്ചിന് പോകുമ്പോൾ ഈ എന്നെ കഴിഞ്ഞ് ടെൻഷൻ ആവണം. Did you prepare? കേംബ്രിഡ്ജിൽ ചെന്ന സമയത്ത് ആദ്യത്തെ കിട്ടിയ ജോലികളിലൊന്ന് ഈ കെയർ അസിസ്റ്റന്റ് പോലെയുള്ള ക്ലീനിങ് പോലെയുള്ള ജോലികളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ജീവിതത്തിൽ എല്ലാ തരത്തിലും അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയത്ത് എപ്പോഴെങ്കിലും അതേ നഗരത്തിന്റെ പ്രഥമ പൗരനാകുമെന്ന് ആലോചിച്ചിട്ടുണ്ട്? ഒരിക്കലുമില്ല. അത് ഞാൻ മേയറായി കഴിഞ്ഞപ്പോഴത്തേക്കും വൈഫ്, ഷീ ഈസ് ദ ഫസ്റ്റ് ലേഡി. അപ്പോൾ അന്ന് എൻ്റെ ഡിക്ലറേഷൻ കഴിഞ്ഞ് വന്നപ്പം എന്നോട് അന്ന് വൈഫ് പറഞ്ഞു, നിങ്ങൾക്കറിയോ, നിങ്ങൾ മേയറായിരിക്കും, പക്ഷേ ഐ ആം ദ ഫസ്റ്റ് ലേഡി ഓഫ് ദ സിറ്റി. അത് ഒരിക്കലും അവളോ ഞാനോ മക്കളോ ആരും പ്രതീക്ഷിച്ചു. കാരണം ഇതിൻ്റെ കാരണം അറിയോ, 1207 കേംബ്രിഡ്ജ് ഉണ്ടാകുന്നത്. അതിനുശേഷം എ സിംഗിൾ നോൺ വൈറ്റ് has ever become the mayor of the city. അപ്പോൾ അത് നടക്കുമെന്നൊരു പ്രതീക്ഷ ഇവനെൻ്റെ മക്കൾക്ക് പോലും ഇല്ല, ഡിസ്പൈറ്റ് ദം ബോൺ ആൻഡ് ബോട്ടം ദേ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം I was of the view, yes, I will make it. I want to make it. അപ്പം ആ ഒരിക്കലും അത് ആവും നമ്മൾ ചിന്തിച്ചില്ല. പക്ഷെ രാഷ്ട്രീയത്തിൽ ഞാൻ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് എങ്കിൽ ബാബു എനിക്കൊരു കറക്റ്റ് ആൻസർ ഉണ്ട്. ഈ രാഷ്ട്രീയം എൻ്റെ ബ്ലഡിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ പേരൻസ്, ഗ്രാൻഡ് പേരൻസ്, അവരൊക്കെ ഹൈലി പൊളിറ്റിക്കലായിരുന്നു. ഇഫ് ദേ ഹാഡ് ദ റിസോഴ്സസ് ആൻഡ് ദ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി ദ വേ ഐ സ്റ്റഡി, ദേ വുഡ് ഹാവ് ബീൻ സക്സസ്ഫുൾ ആസ് എ പൊളിറ്റീഷ്യൻസ്. അവർക്കൊന്നും അതിനുള്ള ഒരു കൂലിപ്പണിക്കാരാണ്, വലിയപ്പൻ കൂലിപ്പണിക്കാരൻ. എൻ്റെ അമ്മയുടെ അപ്പൻ പുള്ളി കാളകൂട്ടുകാരനായിരുന്നു. എൻ്റെ മമ്മിയുടെ 2 ആങ്ങൾ, ഒരാളൊരു ടൈലർ, മറ്റുള്ള റബ്ബർ ടാപ്പ് ചെയ്യുന്നയാൾ. എൻ്റെ പപ്പായുടെ ബ്രദേഴ്സ് എല്ലാം തന്നെ, ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും തന്നെ കൂലിപ്പണിക്കാർ. അപ്പോൾ അപ്പൻ്റെ അനിയന്മാർ, വല്യപ്പൻ്റെ അനിയന്മാർ, അവരൊക്കെ സാധാരണ കൂലിപ്പണിക്കാർ. പക്ഷെ അവരൊക്കെ ഹൈലി പൊളിറ്റിക്കലായിരുന്നു. That was, I believe, I inherited that from both families. രാഷ്ട്രീയത്തിലേക്ക് കടന്നതിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, താങ്കളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു കഥ ശരിയാക്കാൻ തെറ്റാറിയാം. താങ്കൾ SFIയുടെ കേംബ്രിഡ്ജ് യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നെന്നും അവിടെ നിന്ന് അത് രാജിവെച്ച് ഒഫീഷ്യൽ ലെറ്ററൊക്കെ അയച്ച് ലേബർ പാർട്ടിയിൽ ചേരുകയായിരുന്നു എന്നൊക്കെ ഒരു കഥ പോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലെ ഈ സോഷ്യലിസ്റ്റിക് ചിന്താഗതികളും അവിടുത്തെ ലേബർ പാർട്ടി പൊളിറ്റിക്സും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ലേബർ പാർട്ടിനെ ഞാൻ കാണുന്നത് കോൺഗ്രസിൻ്റെ സ്ട്രക്ചറാണ് ലേബർ പാർട്ടി. അതായതായിരുന്നു കോൺഗ്രസ് മൈറ്റ് ഹാവ് മൂവ്ഡ് ബിറ്റ് ടു ദ റൈറ്റ്, പക്ഷെ ഇപ്പം ഇൻ ദ പ്രോസസ് ഓഫ് റീഗെയിനിങ് ദാറ്റ്. ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് പാർട്ടി, സോഷ്യൽ ഡെമോക്രാറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് ബ്രിട്ടനിലെ ലേബർ പാർട്ടി, ഈ ഹാർലോഡ് ലാസ്കി, നെയ്ബ് ഭവൻ, കൃഷ്ണമേനൻ, അങ്ങനെയുള്ള ആളുകളിൽ നിന്നും ആ ഒരു സ്കൂൾ ഓഫ് തോട്ടാണ്
ഈ കോൺഗ്രസിൻ്റെ ഫൗണ്ടേഷൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കോൺഗ്രസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയുണ്ട് സോഷ്യലിസ്റ്റ് പാർട്ടി. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അവിടെ വെച്ചാണ് എന്ന് പറയുന്നവർക്ക് they still need to do bit more research on what is ബൈജു തെറ്റാർ or what was ബൈജു തെറ്റാർ. ഞാൻ ഈ കോട്ടയത്തുള്ളപ്പോൾ കേരളത്തിൽ ആർപ്പുകര ഉള്ളപ്പോൾ തന്നെ രാഷ്ട്രീയത്തിൽ വളരെ സജീവമാണ്. പക്ഷെ നമുക്ക് പരിമിതികളുണ്ടല്ലോ ബാബു, പണിക്ക് പോകണം, നമുക്ക് റിസോഴ്സസ് ഇല്ല. കുടുംബ വീട്ടിലുള്ളവർ മുഴുവൻ കോൺഗ്രസ്സുകാരാണ്. അപ്പം നമ്മൾ ആ പാത്രത്തിൽ പിന്നെ ഇടയ്ക്ക് ഈ കോൺഗ്രസ് രാഷ്ട്രീയമല്ലേ, അപ്പം അതിലിടയ്ക്ക് ന്യൂട്രലായി ഞാൻ പിന്നെ അതൊക്കെ ഇടയ്ക്ക് പോയി. ഞാൻ അവിടെ ചെന്ന് 2008 മുതൽ 2007 എനിക്ക് 7 മുതൽ ലേബർ പാർട്ടിയാണ്. ലേബർ പാർട്ടി മെമ്പറായി, ഒഫീഷ്യൽ മെമ്പറായി ലേബർ പാർട്ടി. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കേംബ്രിഡ്ജിൽ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നു, ചലഞ്ചിങ് ഇമ്പീരിയലിസം. അപ്പോൾ അതിൽ കുറേ ആളുകൾ സ്പീച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ SFI ഒന്നും അവിടെ അന്നുമില്ല ഇന്നുമില്ല. ഒരു നോർത്ത് ഇന്ത്യൻ ഈ CPM തന്നെ ഒരു ഫ്രാക്ഷൻ ഉണ്ട് അവിടെ, നമ്മുടെ മലയാളി അസോസിയേഷനൊക്കെ പോലെ പഞ്ചാബികൾ ഡൊമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നേതാവ് എന്നെ ഇങ്ങനെ ഈ സംഭവം ന്യൂസിൽ കണ്ടിട്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് പറയുന്നു, യെച്ചൂരി വിൽ ബി ഹിയർ, ക്യാൻ യു. യെച്ചൂരി എന്ന് വരുന്നത് രജനി പാന്തത്തിൻ്റെ ഒരു കോമമറേഷനിൽ ടോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദാറ്റ്സ് ഇൻ കേംബ്രിഡ്ജ്. അത് കേംബ്രിഡ്ജ് സിറ്റിയിൽ തന്നെ ഉള്ള ഒരു കോളേജാണ്. അപ്പം മേ ബി ഹി ക്യാൻ ടേക്ക് പാർട്ട് ഇൻ ദാറ്റ് ടു. അപ്പോൾ പറഞ്ഞാൽ എൻ്റെ കൂടെ എന്നുള്ള ലിയോ ഇമ്പട്ടാണ്, ഞങ്ങൾ സ്റ്റുഡൻസ് യൂണിയൻ ഉള്ളവരല്ല. അപ്പം ഞാൻ അവനെ കൺവിൻസ് ചെയ്തു. സോ അപ്പോൾ ഒക്കെ ഞങ്ങൾ എഗ്രി ചെയ്തു, ഒക്കെ യെച്ചൂരി വരട്ടെ. അപ്പോൾ അങ്ങനെ യെച്ചൂരി വരുമ്പോഴത്തേക്കും ഒരു ഹാൾ നിറയെ ഒരു 150 പിള്ളേർ, അത് മലയാളികളൊന്നുമല്ല, ഫ്രം ഓൾമോസ്റ്റ് ഓൾ പാർട്ട് ഓഫ് ദ വേൾഡ്. ഇത് ഓർഗനൈസ് ചെയ്ത് ഞാനും ഈ ലിയോ നമ്മൾ കൂടെ ലിയോ ഇമ്പട്ട് ഇറ്റലിക്കാരനാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പം ഞാൻ അതിന് മുമ്പ് ഈ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹം എനിക്ക് അന്നുമുണ്ട്. ഫസ്റ്റ് ഇയറിലാണോ സെക്കൻഡ് ഇയറിലാണോ എനിക്കറിയത്തില്ല. ഞാൻ കുറേ ആളുകൾക്കൊക്കെ ഇമെയിൽ അയക്കുന്നത് നമുക്കൊരു ഇന്ത്യൻ മൂവ്മെൻറ്റോടെ തുടങ്ങണം, അങ്ങനെ അതേ രീതിയിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ആ രീതിയിലൊരു മൂവ്മെൻറ്റ് വേണം, ഒരു സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ്. പക്ഷേ അതിലൊന്നും നമുക്ക് കൃത്യമായ റെസ്പോൺസ് ആരും തരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യെച്ചൂരി വന്ന് വീഴുന്നത്. അപ്പോൾ യെച്ചൂരി കണ്ടപ്പോൾ യെച്ചൂരി പുള്ളി അന്ന് സ്റ്റാർട്ട്ഫോർഡ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഈ വിസിറ്റിംഗ് ലെറ്ററായിട്ട് പോകുന്നത്. അപ്പം പുള്ളി പറഞ്ഞു, ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട്ഫോർഡ് ടുമോറോ, so I'll be back such and such day, you come and see me in London, and I want to discuss something with you. Okay. ഞാൻ അവിടെ ചെന്നു. ഞാൻ അന്നേരം ലേബർ പാർട്ടി മെമ്പറാണ്. പുള്ളി എന്നോട് പറയുന്നു, ഒരു കാര്യം ചെയ്ത് ക്യാൻ യു മൊബിലൈസ് ആ കമ്മ്യൂണിറ്റി ആൻഡ് ലൈഫ് സ്റ്റുഡൻറ്റ് ഹിയർ. ഇതൊക്കെ ഞാൻ ഓപ്പൺ എൻ്റെ പല ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, ഐ എം സ്റ്റഡിങ്, ഐ ഡോണ്ട് ഹാവ് എനി മണി ആൻഡ് ഐ ക്യാൻ അഫോർഡ് ട്രാവൽ എക്സ്പെൻസ്. അവിടുത്തെ ട്രാവൽ എക്സ്പെൻസ് അറിയാം. ഓക്കെ, ഡോണ്ട് വറി, വിൽ മീറ്റ് ദ എക്സ്പെൻസസ്. അങ്ങനെ അവിടെ ഈ ഫ്രാക്ഷൻ്റെ ഭാഗമാകുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, CPM ഒരു ഫ്രാക്ഷനാണത്. അവരിപ്പോൾ നമ്മൾ ഇപ്പം കോൺഗ്രസിൻ്റെയൊക്കെ ഓവർസീസ് സംഘടന എന്ന് പറയുന്ന പോലെ അത് CPM അല്ല, അവർക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല. തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു ഫ്രാക്ഷൻ്റെ ഭാഗമാകുന്നത് കൊണ്ട് ഞാൻ ലേബർ പാർട്ടിയുടെ മെമ്പർഷിപ്പ് സസ്പെൻഡ് ചെയ്യുന്നു. അത് എൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റാണ്. അല്ല, എൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് അല്ല, എൻ്റെ ഒരു ധാർമ്മികതയുടെ പ്രശ്നമാണ്. കാരണം ഇത് പറഞ്ഞില്ലേ നമുക്ക് ആരും അറിയാൻ പോലും പോകുന്നില്ല. അപ്പോൾ ഞാനത് രാജിവെക്കുന്നു. ഇവരുടെ കൂട്ടി കൂടുന്നു. ഒരു 2-3 വർഷം ഇവരുടെ കൂടെ നിൽക്കുന്നു. എന്നാലൊന്നും അവിടെ ഒരു SFI ഇല്ല. SFI ഇപ്പോൾ വന്ന പ്രതിഭാസമാണ്. അപ്പോൾ നമ്മളവിടെ സജീവമാകുന്നു. നമ്മൾ പല സ്ഥലങ്ങളിൽ ഞാൻ എംപ്ലോയ്മെൻറ്റ് ലോയിൽ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മറ്റേ സ്റ്റഡി കഴിഞ്ഞു, എംപ്ലോയ്മെൻറ്റ് ലോയിൽ മാസ്റ്റേഴ്സ് ചെയ്യാം. അപ്പം ഞാൻ ഏതാണ്ട് 40 സിറ്റികളിൽ എംപ്ലോയ്മെൻറ്റ് അവയർനെസ് സെമിനാറുകളാണ്. അതിൻ്റെ ഫണ്ടൊക്കെ അവരാണ് പേ ചെയ്തത് കേട്ടോ, ടു ബി ഫെയർ. പക്ഷേ നമ്മൾ പെട്ടെന്നൊരു പബ്ലിക് ഡൊമൈനിലേക്ക് വരുന്നു. യെച്ചൂരി ഡയറക്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ ആ സമയത്ത് പുള്ളി എന്നെ ഈ ശ്രീരാമകൃഷ്ണൻ മാറി MP രാജേഷ് ആകുന്ന DYFI കോൺഫറൻസിൽ എന്നെ ഗസ്റ്റ് സ്പീക്കറായിട്ട് വിളിക്കുന്നു. അപ്പം അങ്ങനെ നമ്മൾ പെട്ടെന്നൊരു ഇതിലേക്ക് വരുന്നു. പക്ഷേ എന്നെ അപ്പോൾ വല്ലാതെ അലട്ടുന്നൊരു പ്രശ്നമുണ്ട്. അത് ഐഡിയോളജിക്കലാണ്. നമ്മൾ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഇതിലൊന്നും ഒരു സോഷ്യലിസം കാണുന്നില്ല. നമ്മളോട് ചർച്ച ചെയ്യുന്നതും നമ്മൾ ഡിബേറ്റ് ചെയ്യുന്നതും ഒരു കമ്മിറ്റിയിൽ ഒരാൾ ഇപ്പം കേരളത്തിലുള്ള വളരെ ഡൊമിനൻ്റായ ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു ബ്യൂറോക്രാറ്റ് അവിടെ വന്ന് ടോക്ക് നടത്തുമ്പോൾ ആ ടോക്കിൽ ഈ ഇവിടുത്തെ SFIയുടെ ഭാഗമായ ഒരാൾ നമ്മൾ നരേന്ദ്രമോദിയെ ചുമ്മാ കയറി വിമർശിക്കരുത് എന്ന് ഓപ്പൺ ഫോമിൽ പറയുകയാണ്. എനിക്കിതൊന്നും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേംബ്രിഡ്ജ് റീജിയണൽ കോളേജിൽ പഠിക്കുന്നത് ഈ സോഷ്യലിസവും
ഈ മാർക്സിസവും സോഷ്യൽ ഡെമോക്രസിയും പൊളിറ്റിക്കൽ സയൻസും ഒക്കെ പഠിക്കും. എനിക്കിതിനെപ്പറ്റി കൃത്യമായ ധാരണയുണ്ട്. അപ്പം ഇത് ഡൈജസ്റ്റ് ആകുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടും പല ഗ്രൂപ്പുകളാണ് അതിൻ്റെ അകത്തുള്ളത്. I said to Yechury at one point, Yechury, I don't belong to this. അല്ല, അതിന് വേറെ സംഭവങ്ങളുണ്ട്. അപ്പം അത് നിൽക്കുമ്പോൾ ഞാൻ കേംബ്രിഡ്ജിൽ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി സജീവമായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ MP ഞങ്ങൾ രണ്ടും ഒന്നിച്ച രാഷ്ട്രീയം തുടങ്ങുന്നത്, ലേബറിൻ്റെ കേംബ്രിഡ്ജിൻ്റെ MP. അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞു, ബൈജു, I want to suggest to the CLP offer you a ticket for local council. പക്ഷേ അതിൽ പ്രശ്നം എന്ന് വെച്ചാൽ, അപ്പം ഞാൻ ലേബറുടെ മെമ്പർ ആയേ പറ്റൂ. അപ്പം ഇന്നത്തെ ഒരു പ്രൊമിനൻറ്റ് ലീഡർ അവിടെ വരുമ്പോൾ ഞാൻ ഈ CPM ഞാൻ ഒരു അദ്ദേഹത്തോട് പറയുന്നു, see, what is the point? It is forbidden. You can't be നമുക്ക് സോഷ്യൽ ഡെമോക്രാറ്റിൻ്റെ ഭാഗമാകാൻ പറ്റത്തില്ല ഇവരുടെ റൂൾ അനുസരിച്ച്. അപ്പോൾ പറഞ്ഞു, ഇല്ല, അത് നടക്കില്ല. ഇഫ് യു വാണ്ട് ടു ഗോ, യു ഗോ. അപ്പോൾ അതേതാണ്ട് അതിൻ്റെ എനിക്ക് ഐ ഹാവ് കം ടു എ കൺക്ലൂഷൻ ദാറ്റ് ദിസ് ഈസ് ഞാൻ വർഷത്തിൽ 2-3 പ്രാവശ്യം അല്ലെ അന്നൊക്കെ 2 വർഷം കൂടുമ്പോൾ 1 വർഷം നാട്ടി വരുന്നത്. അപ്പോൾ സിന്ദാബാ വിളിക്കാനുള്ളതല്ല എൻ്റെ രാഷ്ട്രീയം. എൻ്റെ രാഷ്ട്രീയം എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം, എനിക്ക് രാഷ്ട്രീയം പറഞ്ഞ് ഡേ ആൻഡ് നൈറ്റ് ഇരിക്കാൻ പറ്റും, ഫുഡ് പോലും വേണ്ട, വെള്ളം മാത്രം മതി. അത്രയ്ക്ക് പാഷനേറ്റ് ഒരു പൊളിറ്റിക്കൽ സ്റ്റുഡൻ്റാണ് ഞാൻ. അപ്പം ഞാൻ അങ്ങനെ തീരുമാനം എടുക്കുന്നു, യെച്ചൂരിക്ക് കത്തെഴുതുന്നു, സച്ച് ആൻഡ് സച്ച് റീസൺ ഐ ഹാവ് ഡിസൈഡഡ് ടു ലീവ്. യെച്ചൂരി എന്നെ നേരെ വിളിക്കുന്നു, ഫോൺ വിളിക്കും അപ്പം തന്നെ. ഓക്കെ, ഫൈൻ, റൈറ്റ് ഡിസിഷൻ, യു ഗോ അഹെഡ്. അപ്പോൾ ഞാൻ അങ്ങനെ പോയി തിരിച്ചു വന്നു, ഇപ്പുറത്ത് കയറി. ഞാൻ എൻ്റെ പഴയ എല്ലാ പണ്ട് പാർട്ടിയിൽ എങ്ങനെയായിരുന്നു, ലേബർ പാർട്ടിയിൽ എങ്ങനെയായിരുന്നു, അതുപോലെ CLP വരുന്നു. CLP ഈ അവിടെ ഈ എത്നിക് മൈനോറിറ്റി ഫോറത്തിൻ്റെ ചെയറാകുന്നു. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ലേബർ പാർട്ടി എനിക്ക് സീറ്റ് തന്നു കേംബ്രിഡ്ജിൽ മത്സരിക്കാനായിട്ട്. 2017-18 ഞാനിത് നമ്മുടെ ക്ലോസ് കണക്ഷനിലുള്ള കുറേ പഴയ ഈ നമ്മുടെ സുഹൃത്തുക്കളായി ആ ഗ്രൂപ്പിലുണ്ടായിരുന്നവരോട് ഞാൻ പറഞ്ഞു, എനിക്ക് സീറ്റ് ചെയ്യാൻ മത്സരിക്കാൻ പോകുന്നു. ഇത് പറഞ്ഞ് പിറ്റേ ദിവസം ആഫ്റ്റർ 2 years ദേശാഭിമാനിലെ ബ്രേക്കിംഗ് ന്യൂസാണ്, ബൈജു തെറ്റാലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പാർട്ടി വിരുദ്ധ പ്രവർത്തകനാണ്. അപ്പം ഞാൻ വിളിച്ചു. ഞാൻ ഈ ദേശാഭിമാനിൽ ഒത്തിരി ആർട്ടിക്കിളുകളാണ്, അതായത് ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ആർട്ടിക്കിൾസ് ഹാവ് റിട്ടൺ. 2013 യെച്ചൂരി പറഞ്ഞിട്ടാണ് ഞാൻ ഈ നമ്മുടെ ഈ ലാൻഡ് റിഫോം ആക്ട് ഇവർ കൊണ്ടുവന്നു. ഇവരും അമെൻമെന്റ് കൊണ്ടുവന്നായിരുന്നല്ലോ ഈ 2014 BJP നേതൃത്വം. യെച്ചൂരി പറഞ്ഞതിന് പ്രകാരമാണ് ഞാൻ ആർട്ടിക്കിൾ ദേശാഭിമാനിൽ എന്തുകൊണ്ട് ഈ സോഷ്യൽ ഇമ്പാക്റ്റും എക്കണോമിക് അസസ്മെന്റ് എല്ലാം നടത്തണം, എന്തുകൊണ്ട് ഈ നിയമം മാറ്റരുതെന്ന് ഞാനൊരു ആർട്ടിക്കിൾ 1 പേജിൽ ഇരിക്കുന്ന കേസ് നമ്മുടെ ഈ ഇദ്ദേഹം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു, നമ്മുടെ ജി സുധാകരൻ. അപ്പം അത്രയ്ക്ക് എക്സ്ക്ലൂസീവായി എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു ന്യൂസ് പകർത്തിക്കൊണ്ട് ഇത് എൻ്റെ ഈ ഇവിടെയുള്ള ഈ CPM-ൻ്റെ ആക്ടിവിസ്റ്റുകളാണ് കൂടി അന്ന് സോഷ്യൽ മീഡിയയിൽ എൻ്റെ ആർപ്പുകര പഞ്ചായത്തിലെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് ഹ്യൂമിലിയേഷനായി. അപ്പം ഞാൻ 2 വർഷം മുമ്പ് രാജിവെച്ച് പോയതാണ്. അപ്പം ഞാൻ എന്നാലും ഞാൻ പ്രാക്ടീസ് അതാണ് തുടങ്ങുകയാണ്. ഒരു വക്കീൽ നോട്ടീസ് കിട്ടും. ഇത് ഇന്ത്യ അല്ലല്ലോ, കേരളം അല്ലല്ലോ, റൂൾ ഓഫ് ലോ പ്രിവെയിൽ ഇൻ ബ്രിട്ടൻ. അപ്പോൾ അന്നേരം യെച്ചൂരി ഇടപെട്ടു. won't happen again, you just forget about it, you move on. പിന്നെ യെച്ചൂരി അപ്പം കേംബ്രിഡ്ജ് വരുമ്പോൾ എന്നെ കാണുക, ഞങ്ങളും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ലേബർ പാർട്ടിയിലേക്ക് തിരിച്ചു പോകും. ലേബർ പാർട്ടിയിൽ വന്നു, ലേബർ പാർട്ടിയിൽ പല സ്ഥാനങ്ങളിലേക്ക് എത്തി, പിന്നീട് ഇങ്ങനെ മേയർ പൊസിഷനിൽ വരെ എത്തി. അപ്പം നമ്മൾ പൊതുവെ പറയുമ്പം UK-ലുള്ള ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് ഈ നൊബിലിറ്റി ചെയ്തതായിട്ടുള്ള അൺറിട്ടൺ കോഡ്സ് ഒരുപാടുള്ള ഒരു അരിസ്റ്റോക്രാറ്റിക് സെറ്റപ്പ് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് പുറത്തുനിന്ന് വന്ന ഒരാൾ എങ്ങനെയാണ് ഈ പറഞ്ഞ ഇവരുടെ കോഡ്സ് ഓഫ് കണ്ടക്റ്റും സാധനങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ ഒരു ഭരിക്കുന്ന പൊസിഷനിലേക്കൊക്കെ പിന്നീട് എത്താൻ പറ്റുന്നത്? ബാബു, എനിക്കതിൽ കിട്ടിയൊരു വലിയ ഗുണം അറിയോ, ഞാൻ 9-8 വർഷത്തോളം നിയമം പഠിച്ചതാണ്. ഞാൻ അവിടെയാണ് പഠിച്ചത്. പൊളിറ്റിക്കൽ സയൻസ് അവിടെ പഠിക്കുന്നു, നിയമം അവിടെ പഠിക്കുന്നു, LLB, LLM, LPC. അത് കഴിഞ്ഞ് എനിക്ക് MPhil കേംബ്രിഡ്ജ് അഡ്മിഷൻ കിട്ടുന്നു. അത് ഇൻ്റർക്ലേറ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അപ്പം ഈ നിയമ പഠനം മുഴുവൻ അവിടെ പഠിച്ചതുകൊണ്ട് എങ്ങനെ ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുമെന്ന് കൃത്യമായി ബോധ്യമായിരിക്കും. നിങ്ങൾ എൻ്റെ ഹൗസിലെ പല സ്പീച്ചും കേട്ടാൽ മനസ്സിലാവും. ഞാൻ ഇതിനെയൊക്കെ ഒരു ലീഗൽ കോണ്ടെക്സ്റ്റിലൂടെ പൊളിറ്റിക്സിനെ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ആ പ്രശ്നമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഐ നോ വാട്ട് ഈസ് റോങ്, വാട്ട് ഈസ് നോട്ട് റോങ്. ബൈ മിസ്റ്റേക്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ we will apologize and move on. ബ്രിട്ടനിലെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇവിടെ ഇല്ലാത്തൊരു ഗുണമാണ്. Once you have realized that we have done something wrong,
അപ്പോളജൈസ് ആൻഡ് മൂവ് ഓൺ. അത് തന്നെ കിടന്ന് സ്റ്റിക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് ഇവൻ രാഷ്ട്രീയത്തിൽ പോലും അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു 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 ബാരിയർ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ എന്നെ കേംബ്രിഡ്ജിൽ ലേബർ പാർട്ടിയും പാർട്ടിയും മൊത്തത്തിലും എന്നെ കാണുന്നത് സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി റിലൻറ്റ്ലെസ് ആയി ഫിയർലെസ് ആയി ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത്. അപ്പൊ ഈ മുണ്ടെടുത്ത മേയർ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, അതൊരു കൺവീനിയൻസ് ആയിരുന്നു? അത് മുണ്ടെടുത്ത മുണ്ടാണല്ലോ ഞാൻ കൊടുക്കുന്നത്. ഞാൻ കൗൺസിലിൽ മുണ്ടെടുത്ത് പോയിട്ടുണ്ട്. അതെൻ്റെ ഒരു പ്രൈഡാണ്. ഞാനൊരു ഇമിഗ്രൻ്റ് ആണ് എന്ന് ഇമിഗ്രൻറ്റിന് അവിടെ ജീവിക്കാനുള്ള എൻ്റെ ഫെയർവെൽ സ്പീച്ച് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിൽ നമ്മൾ പറയുന്നത് ഇമിഗ്രൻസ് എന്ന് പറയുന്നത് നമ്മളവിടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഐ പേ ടാക്സ്. മൈ വൈഫ് ഈസ് വർക്കിംഗ് ആസ് എ നേഴ്സ്. ഷീ ഈസ് ലുക്കിംഗ് ആഫ്റ്റർ ദ എൽഡർലി പോപ്പുലേഷൻ ആൻഡ് സിക്ക് പീപ്പിൾ ഓഫ് ദ കൺട്രി. ഐ ആം ക്രിമിനൽ ഡിഫൻസ് ലോയർ. കേംബ്രിഡ്ജ് ക്രിമിനൽസിനെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് ഞാൻ. ഐ എം പാർട്ട് ഓഫ് ദ സൊസൈറ്റി. വൈ ഡു യു സീ മീ ആസ് എ ഇമിഗ്രൻറ്റ്? നോ, ഐ എം നോട്ട്. എൻ്റെ മകള് മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഷീ വിൽ ബി ലുക്കിംഗ് ആഫ്റ്റർ ദി സിക്ക് ഓഫ് ദ പീപ്പിൾ, സിക്ക് ഓഫ് ദ കൺട്രി. എൻ്റെ മകൻ ലോയറാണ്, LLB പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ നാളെ അവിടുത്തെ സോഷ്യൽ ജസ്റ്റിസിന്റെ ഭാഗമാകുന്ന ആളാണ്. എൻ്റെ കൊച്ചവൻ പ്രൈം മിനിസ്റ്റർ ആണെന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ, ഹൗ ക്യാൻ യു സേ ദാറ്റ് ഐ ആം ആൻ ഇമിഗ്രന്റ്? മേ ബി ഐ ആം ആൻ ഇമിഗ്രന്റ്, ബട്ട് ഐ ആം പാർട്ട് ഓഫ് ദ സിസ്റ്റം. ഡോണ്ട് ലുക്ക് അറ്റ് മീ ബൈ മൈ കളർ. അത് ഐ അണ്ടർസ്റ്റാൻഡ്. അതിൽ മുണ്ടെടുത്ത് മേയർ എന്നുള്ളത് അത് ആരോ ഏതോ ഒരു മാധ്യമത്തിൽ വന്നാണ്. അത് അവിടുന്നാണ് ഞാൻ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഞാൻ അതിനൊക്കെ പ്രൈഡ് കണ്ടെത്തുന്നതാണ്. ദാറ്റ്സ് മൈ ഐഡന്റിറ്റി. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അവിടെ വിജയം കണ്ടെത്തിയ ആളുകളെ പൊതുവെ നമ്മൾ അളക്കുന്നത് അവർ എത്രമാത്രം സാമ്പത്തിക വിജയം നേടി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. പക്ഷേ അതേസമയത്ത് താങ്കളുടെ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മൾ സിവിക് റൈറ്റ്സിന് വേണ്ടിയിട്ടും പോളിസി മൂവ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ രാഷ്ട്രീയമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു നേട്ടങ്ങൾ കൂടിയാണ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ മൂല്യങ്ങളെ കൂടി അംഗീകരിക്കുന്നവരാണോ മലയാളികൾ? അതിന് എനിക്കൊരു റിസർവേഷൻ ഉണ്ട്. മലയാളി അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷെ ബാബു, ഈ കേരളം വിട്ടു പോയിരിക്കുന്ന മലയാളികളിൽ ഏറ്റവും സാമ്പത്തികം കുറഞ്ഞ ആൾ ഞാനായിരിക്കും. ഇപ്പൊ പ്രാക്ടീസൊക്കെ തുടങ്ങി സംഭവം വേറെ. ഞാൻ അതിലല്ലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തത്. എനിക്ക് എൻ്റെതായ ഒരു പാഷൻ ഉണ്ടായിരുന്നു. പാഷൻ പൊളിറ്റിക്സ് ആയിരുന്നു. പൊളിറ്റിക്സിൽ എൻ്റെ സേവിങ്സ് കിടക്കുന്ന പൊളിറ്റിക്സിലാണ്. അതെൻ്റെ പാഷനാണ്. ഐ വാസ് നോട്ട് ആഫ്റ്റർ മണി. സി വാട്ട് യു നീഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, യു വിൽ എ ഡീസൻറ്റ് ലൈഫ്, അല്ലേ? ഇപ്പം എൻ്റെ സുഹൃത്തുക്കളൊക്കെ എനിക്കറിയാവുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, ബ്രിട്ടനിൽ തന്നെയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എന്നെ കഴിഞ്ഞും കൂടുതൽ വെൽത്ത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. പക്ഷേ എന്നെ അതൊരിക്കലും അട്രാക്ട് ചെയ്തിട്ടില്ല, ചെയ്യുന്നുമില്ല. ഞാനിപ്പോഴും താമസിക്കുന്നത് സോഷ്യൽ ഹൗസിങ്ങിലാണ്. സർക്കാർ തരുന്ന സർക്കാരിൻ്റെ ഹൗസിങ്ങിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ 2-3 മുതലുള്ള മലയാളികൾ കാണാൻ പോലും സാധ്യത വളരെ കുറവാണ്. ഞാൻ ആ പോയ സമയത്ത് മൈഗ്രൻസ് റിലേഷൻ. പക്ഷേ എനിക്കതിൽ പച്ചയ്ക്ക് പറയുന്നതിലും അതെൻ്റെ ഐഡിയ, അത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. യു നീഡ്. ഇപ്പം ഞാൻ പറഞ്ഞത്, എന്നെ അവിടുത്തെ വെൽഫെയർ സിസ്റ്റത്തിൻ്റെ പ്രൊഡക്റ്റാണ് ഞാൻ. എൻ്റെ ഫീ മുഴുവൻ പേ ചെയ്ത് സർക്കാരാണ്. ഇപ്പോഴും കുറച്ച് റീഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എൻ്റെ ഇപ്പോൾ LLB പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ് ഭയങ്കരമാണ്. അത് മുഴുവൻ സ്റ്റേറ്റ് ഫണ്ടിങ് ആണ്. അത് കുറേച്ചോ അത് നമുക്ക് അവർ തന്നത് കൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഫൈനാൻസ് എന്നെ ഒരിക്കലും ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംഭവമേ അന്നുമല്ല ഇന്നുമല്ല ആവുകയുമില്ല. UK ഉണ്ടായിരുന്ന കാലത്ത്, ഇപ്പം UK എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് ആൻറ്റി ഇമിഗ്രൻറ്റ് സെൻറ്റിമെൻറ്റ്സ് ഉള്ള ഒരു സ്ഥലം കൂടിയാണെന്ന് നമുക്ക് അറിയാം, അണ്ടർനീത്ത് എവരിത്തിങ്. അപ്പം സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് അത് കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വന്നേക്കാം. പക്ഷേ താങ്കൾക്ക് അധികാരം ഉണ്ടായിരുന്നു. അധികാരം സ്ഥാനത്തിരുന്നിട്ട് പോലും ഈ ഒരു ഇമിഗ്രൻ്റ് എന്നുള്ള ഒരു സ്റ്റാറ്റസ് ഏതെങ്കിലും തരത്തിൽ വൾണറബിലിറ്റീസ് ഉണ്ടാക്കിയിട്ടായി തോന്നുന്നുണ്ടോ? Every walk of my life, since I landed in that country, I have that feeling. Not only being a mayor, even now, you feel that. നമുക്കിത് കാണാൻ പറ്റും. ഒരു പക്ഷേ we can read it. എൻ്റെ കൊളീഗ് കോടതിയിൽ എന്നോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇതെങ്ങനെ മനസ്സിലാകുന്നത്? ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് 30 seconds I'll sense it. Not only me, all immigrants will sense it. അതുണ്ട് എന്നുള്ള കാര്യം വസ്തുത തന്നെയാണ്. അത് എങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ആളുകൾ ബൈ ചെയ്യും, എന്നെ പോലെ ആളുകൾ ഒരു കാരണവശാലും ബൈ ചെയ്യില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ എന്നെ അവിടെ ഒരു ഇതിൻ്റെ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, കൊല്ലത്തുണ്ടല്ലോ, ആ മഠത്തിൻ്റെ ഒരു പുതിയൊരു സംവിധാനം വിട്ടു തുടങ്ങി. അപ്പം എൻ്റെ ഒഫീഷ്യൽ ഇതിലേക്കാണ് എന്നെ ഇൻവൈറ്റ് ചെയ്ത് വിളിച്ചത്. അപ്പോൾ എൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞൊരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്, ഞങ്ങളത് ഡിക്ലൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ എന്നാ അത്
അപ്പോൾ അവർക്കിത് മനസ്സിലായില്ല എന്താ. ഈ ഡിക്ലൈൻ ചെയ്ത ഇമെയിൽ അവർക്ക് ചെന്നപ്പോൾ അവരെനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതായിരുന്നു സംഭവം. ശ്രീനാരായണ ഗുരുവിൻ്റെ ഞാൻ ഓഫീസിൽ ചെന്ന് ചെയ്യും. ഞാൻ പറഞ്ഞു ടു വൺ തിങ്, ഡ്രോപ്പ് എവറിഥിങ് വാട്ട് യു ഡൂയിങ്. ഒരു മണിക്കൂർ ഗൂഗിളിൽ അടിക്കുക ശ്രീനാരായണ ഗുരു, ദെൻ യു കം ബാക്ക് ടു മീ. അപ്പം എൻ്റെ ബാക്കി എല്ലാ പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത് ഞാൻ ആ പ്രോഗ്രാമിൽ പോയി പ്രസംഗിച്ചു. അതൊരു പക്ഷേ അവരുടെ ഇഗ്നറൻസ് ആവും. അതല്ലാതെ തന്നെ ഡയറക്റ്റ് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ അത് പലതും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാനതിനെ നിയമപരമായി ചലഞ്ച് ചെയ്യുന്നുണ്ട്. നിയമപരമായി തന്നെ ഞാൻ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്കലി ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ഹൗസിനകത്ത് തന്നെ ഞാൻ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ സാധാരണ ഈ ഒരു മേയർ അവൻ്റെ ടേം എൻഡ് ചെയ്യുമ്പോൾ ഈ ഓപ്പോസിഷൻ പാർട്ടി അല്ല, എൻ്റെ പാർട്ടി റൂളിംഗ് പാർട്ടി വിൽ ഡു ദ ക്ലോസിംഗ് സ്പീച്ച്. നമ്മളെ എല്ലാ താങ്ക്സ് സ്പീച്ച് ഉണ്ട്. അത് സെക്കൻഡ് ചെയ്യുന്നത് ഓപ്പോസിഷൻ ബെഞ്ചാണ്. ഇത് ലിബറൽസാണ്. എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് ഇവർ ലിബറൽസ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ അവരെ പല കാര്യങ്ങളും ഗുരുതരമായി അറ്റാക്ക് ചെയ്തതാണ്. അവരുടെ പല സ്റ്റാൻഡുകളും തെറ്റാണെന്ന് പച്ചക്ക് ഹൗസിൽ പറയുന്നതാണ്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചുള്ളത് എനിക്കൊരു ഇൻസൾട്ടായി. There is a former president. The ruling bench will thank him, thank the mayor, and the opposition bench അത് സെക്കൻഡ് ചെയ്യും. ഇവരിത് ചെയ്തില്ല. അപ്പം ഇത് രണ്ടും കഴിയുമ്പോൾ എനിക്കൊരു മറുപടി പ്രസംഗമുണ്ട്. ആ മറുപടി പ്രസംഗം അവിടെ തന്നെയാണ് അവർ തീർത്തത്. ഷെയിം ഓൺ യു എന്ന് പറഞ്ഞാൽ ഷെയിം ഓൺ യു എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഞാൻ എൻ്റെ സ്പീച്ച് നിർത്തുന്നത്. അത് അവിടെ തന്നെ ചലഞ്ച് ചെയ്യേണ്ട സംഭവമാണ്. അത് അവിടെ ചലഞ്ച് ചെയ്തേ പറ്റൂ. ഇപ്പം താങ്കളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തി മഹാത്മാഗാന്ധിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഗാന്ധിജിയുടെ ഒരു പ്രസിഡൻസ് എന്താണെന്ന് വെച്ചാൽ സൗത്ത് ആഫ്രിക്കയിൽ പോയി പൊളിറ്റിക്കലി ആക്റ്റീവായി അവിടെ ഒരുപാട് വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ശേഷം തിരിച്ച് നാട്ടിലേക്ക് എല്ലാം കളഞ്ഞു വന്ന് ഇവിടെ ഒരുപാട് രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയ ഒരാളാണ്. അതുപോലെ ഗാന്ധി മാർഗത്തിൽ സ്വന്തം നാട്ടിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പ്ലാൻ ഉണ്ടോ? ഞാൻ ഗാന്ധി മാർഗത്തിലാണ്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. അതായത് ഞാൻ ഏതാണ്ട് ബ്രിട്ടനിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബി ഗോയിങ് ബാക്ക് ടു ഇന്ത്യ. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. കാരണം എൻ്റെ പിള്ളേർ ചക്കലം കൂടെ വലുതാണ്. അവർ വരത്തില്ല. വൈഫ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് വന്ന് കമ്പനി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് എന്നെ ഇതിൻ്റെ പ്രശ്നം എന്നറിയുക, ബാബു പ്രവാസിയായതുകൊണ്ട് ബാബുവിന് കുറച്ചൊക്കെ അറിയാം. ആയിരുന്ന കാരണം കുറച്ചൊക്കെ അറിയാം. ഈ പ്രവാസത്തിന് ഒരു ട്രോമയുണ്ട്. ഇത് ഭയങ്കരമാണ്. നമ്മൾ എന്തോരം പൈസ ഉണ്ടാക്കിയാലും എന്തോരം പണം ഉണ്ടാക്കിയാലും നാളെ ഞാൻ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയാൽ പ്രവാസത്തിൻ്റെ ഒരു ട്രോമ ഇത് ഭയങ്കരമാണ്, ഭയാനകമാണ്. നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിലും ഗുരുതരമാണ്. എന്തുകൊണ്ടാണ് എന്നെ പ്രവാസിയാക്കിയത് ഇവിടുത്തെ സിസ്റ്റമാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ റിസോഴ്സസ് ഉണ്ട് ഇവിടെ. ഞാൻ ഈ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോയപ്പോഴത്തേക്കും ഞാൻ ഈ അച്ഛനുമായിട്ട് വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പം കുർബാനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. അപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് ഞാൻ അച്ഛനോട്. അപ്പോൾ 2 കപ്പിൾസ് ഈ ബാക്ക് ഓഫ് ദി ചർച്ചിൻ്റെ അവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാനവിടെ അവർ പ്രാർത്ഥിക്കുകയാണ് എന്നൊക്കെ ഓർത്ത്. അപ്പോൾ ഞാനത് കഴിഞ്ഞ് പോകാൻ നേരത്ത് വന്നപ്പോഴത്തേക്ക് സാറേ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും എൻ്റെ മലയാളികളാണ്, കോഴിക്കോട്ടുകാർ. അവരെൻ്റെ അടുത്ത് വന്ന് കപ്പിൾസാണ്. അപ്പോൾ ഇങ്ങനെ സാധാരണ ഞങ്ങൾ സാറിൻ്റെ എല്ലാം കാണുന്നുണ്ട്. സാറിനെ പോലെയുള്ള ആളാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഹോപ്പ്. പല സ്ഥലങ്ങളിൽ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സാറ് കളത്തിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ എന്നോട് പറയുകയാണ്, സാറേ ഞാൻ നാട് മിസ് ചെയ്യും സാറേ, എൻ്റെ കൂട്ടുകാരെ മിസ് ചെയ്യുന്നു, എൻ്റെ വീട് മിസ് ചെയ്യുന്നു, എൻ്റെ പേരൻസിനെ മിസ് ചെയ്യുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട് സാറേ, പക്ഷേ എങ്ങനെ പോകും സാറേ? അപ്പം ഞാൻ ചുമ്മാ അവിടെ എടുത്ത് ചോദ്യം, ഒരു 35,000 രൂപ ശമ്പളം. അവർ 2 പേരും നേഴ്സുമാരാണ്. 32,000 ഒരു 25,000-30,000 രൂപ ശമ്പളം. ബ്രിട്ടനിലെ പോലെ ഒരു NHS സിസ്റ്റം, അതായത് ഈ ഫേസ്ബുക്കിലൂടെ യാചിക്കാതെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റുന്ന ഒരു സിസ്റ്റം, പബ്ലിക് ഹെൽത്ത് കെയർ, ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം, പോലീസിങ്. അതായത് ഇവിടുത്തെ ഈ പിള്ളേർ പോകുന്നതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ പോലീസിങ്ങാണ്. ഇവിടെ പോലീസാണ് ജഡ്ജി, ജൂറി ആൻഡ് എക്സിക്യൂഷണർ. കോർട്ടിനൊന്നും ഒരു റോളുമില്ല. അതാണ് ആദ്യം അഴിച്ചു പണിയേണ്ടത്. ഇതേ രീതിയിൽ വന്നു ബ്രിട്ടനിലെ പോലത്തെ ഒരു പോലീസിങ് അതൊക്കെ ഈസിയായിട്ട് നടക്കുന്ന കാര്യം വിശ്വസിക്കുന്നതാണ് ഞാൻ. NHS ഈസിയായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയെ ട്രീറ്റ് ചെയ്യാൻ ഈ നേബം പറഞ്ഞ പോലെ ഇത് ഈ വെൽഫെയർ ആൻഡ് വെൽബീയിങ് ഓഫ് എ വർക്കർ should be above all consideration, and it must be paid by the tax. No person should be deprived
ഓഫ് മെഡിക്കൽ കെയർ ബിക്കോസ് ഹി ഈസ് ബിലോങ് ടു എ പൂർ ഫാമിലി. ആ രീതിയിൽ ഒരു സിസ്റ്റം ഉണ്ടായാൽ നിങ്ങൾ നാട്ടിൽ പോകുന്നില്ല. ആ കൊച്ചവരോട് പറഞ്ഞെന്നറിയോ, സാറേ 35 വേണ്ട, ഒരു 20,000 രൂപ ഈ സാറ് പറഞ്ഞ സിസ്റ്റം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ പോകും. പ്രവാസത്തിൻ്റെ ട്രോമ എന്ന് പറയുന്നത് ഭയാനകമാണ്. അത് ഇവിടെ ഇരുന്ന് വരുമ്പോൾ നമ്മൾ വൈറ്റ് കോളർ ജോബും കാർ വരുമ്പോൾ കാർ എടുക്കുന്നു, ഏറ്റവും കൂടിയ കാശ് കാർ റെൻ്റ് എടുക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു മറുപുറമുണ്ട്. വാർദ്ധക്യം, പ്രവാസത്തിലെ വാർദ്ധക്യം പ്രത്യേകിച്ച് യൂറോപ്പിൽ ഭയാനകമാണ്. മക്കളെല്ലാം പഠിക്കാൻ പോകും, അവരവരുടെ ലൈഫ് ബിൽഡ് ചെയ്യാണ്. പിന്നെ ഈ 2 പേരേ ഉള്ളൂ, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളാവും. ഈ വെതറിന്റെ പ്രശ്നം സ്വാഭാവികമായിട്ട് ഉണ്ടാവും. ഇത് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ ഇത് തരുന്ന ഇമോഷണൽ സ്ട്രെയിൻ ബിയോണ്ട് ഇമാജിനേഷൻ. അപ്പം അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് അതേ രീതിയിലുള്ള ഒരു സിസ്റ്റം ഉണ്ടാകാൻ ഗാന്ധിയുടെ പാതയിലാണ് ഞാൻ.